എങ്ങനെയായിരിക്കും റിസൾട്ടന്റിന്റെ ഫോർമുല? അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് അവർ ജനറൽ ഫോർമുല. What is that? That is resultant force R is equal to, or magnitude of the resultant force. അങ്ങനെ വേണം എഴുതാനായിട്ട്. R is equal to, so our general formula P square plus Q square plus 2PQ cos alpha, where alpha is equal to what? That is 180 degree. So that value you can substitute here. Next, cos 180 എത്രയാണ്? 180 ഡിഗ്രി എത്രയാണ്? -1 ആണ് അല്ലേ? അപ്പൊ 2PQ into -1, ദാറ്റ് ഈസ് എത്ര കിട്ടും നിങ്ങൾക്ക്? ഇക്വേഷൻ ബിക്കം എന്തായിരിക്കും? റിസൾട്ടന്റ് R is equal to square root of P square plus Q square minus 2PQ കിട്ടും. അപ്പൊ നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എന്തായിരിക്കും കുട്ടികളെ? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് P minus Q the whole square. So that also that you can write here. So that square root of P minus Q the whole square എന്താ? P minus Q ആണല്ലേ? അതിന്റെ സ്ക്വയർ റൂട്ട്. സോ R is equal to P minus Q. സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക, രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. Then angle between these two forces are 180 degree, അല്ലെങ്കിൽ acting opposite to each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ റിസൾട്ടന്റ് R is equal to P minus Q ആണ്. രണ്ടും സെയിം ഡിറക്ഷനിൽ, ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും ഫോർമുല? റിസൾട്ടന്റ് എന്തായിരിക്കും? P plus Q ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്തായിരിക്കും? P minus Q ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിറക്ഷൻ. ഇനി അടുത്ത് നമുക്ക് നോക്കുന്ന ഡിറക്ഷൻ എന്താണ്? അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്ന് നോക്കാം. So for that also we have a general formula, that is theta is equal to tan inverse Q sin alpha divided by P plus Q cos alpha എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ കുട്ടികൾ? എന്തായിരുന്നു ഇക്വേഷൻ? That is theta is equal to tan inverse Q sin 180 degree divided by P plus Q cos 180 degree. One minute. Okay, let me continue. So here theta equal to tan inverse Q sin alpha ക്ക് പകരം എന്ത് കൊടുക്കണം? 180 degree സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. divided by P plus 180 degree. ഇനി sin 180 degree എത്ര കുട്ടികൾ? 0 ആണല്ലേ? So Q into 0, that is Q. Here എന്ത് വരും? That is tan inverse Q into 0. Tan inverse Q into 0 divided by P plus Q cos 180 degree. Cos 180 degree is -1 അല്ലേ? Cos 180 degree എന്താ? -1 ആണ്. പക്ഷെ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്നത്? Cos 180 degree. ദാറ്റ് ഈസ് ഇവിടെ താഴെ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും കുട്ടികളെ വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് P is tan inverse Q into 0 divided by P minus Q ആണ് വരിക അല്ലെ? ഇങ്ങനെയല്ലേ വരുന്നത്? ദാറ്റ് ഈസ് എന്താ? cos 180 equal to cos 180 degree is equal to -1 ആണ്. സോ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എന്തായിരിക്കും? 0 ഡിവൈഡഡ് ബൈ എനി വാല്യൂ 0 തന്നെയാണ്. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 0. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയേ, ഈ tan ഇൻവേഴ്സ് 0 എത്രയാ? അതായത് ടാനിന്റെ ഏത് വാല്യൂ 0 ആവുന്നത്? tan 0 ആണ്. അതേസമയം tan 180 ഡിഗ്രി എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പൊ നമുക്ക് രണ്ട് ആൻസറും കറക്റ്റ് തന്നെയാണ്. 0 തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം, തീറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ബോത്ത് ആർ കറക്റ്റ്.
ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ എന്ത് തന്നിട്ടുണ്ട്? ആൽഫയുടെ വാല്യൂ 180 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ തീറ്റം എന്ത് തന്നെ ആയിരിക്കുള്ളൂ? 180 ഡിഗ്രി തന്നെ ആയിരിക്കുള്ളൂ. സപ്പോസ് ഇഫ് ബോത്ത് ദ ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ, രണ്ടും സെയിം ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. സപ്പോസ് ഇഫ് ബോത്ത് ദ ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അതാണ് 180 ഡിഗ്രി, അപ്പൊ പിന്നെ തീറ്റയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 180 ഡിഗ്രിയിൽ തന്നെയായിരിക്കും. നിങ്ങൾ എപ്പോഴും ആലോചിച്ചാൽ മതി, രണ്ട് ഫോഴ്സ്, സപ്പോസ് both the forces are acting in the same direction, രണ്ട് ഫോഴ്സ് സെയിം ഡിറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് എന്ത് ഡിറക്ഷനിൽ തന്നെയായിരിക്കും? ഈ ഒരു ഡിറക്ഷനിൽ തന്നെയായിരിക്കും. ആ റിസൾട്ടന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പിയും പി, ദ സമ്മേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണ്. പി എന്നുള്ള ഫോഴ്സിന്റെയും ക്യൂ എന്നുള്ള ഫോഴ്സിന്റെയും is the summation of the forces P and Q. ഇതിന് രണ്ടിന്റെ സമ്മേഷൻ ആയിരിക്കും ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് ദ ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ, സോ വൺ ഈസ് പി ദെൻ അനദർ വൺ ഈസ് ക്യൂ, ദെൻ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അറിയാലേ, അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ രണ്ട് ഫോഴ്സിന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആണ്. അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ എന്ത് വരും? ഇറ്റ് ഈസ് പി മൈനസ് ക്യൂ. ആംഗിൾ കാണാതെ തന്നെ പറയാൻ പറ്റുമല്ലോ റിസൾട്ടന്റ് എത്ര ആംഗിൾ തന്നെയായിരിക്കും? 180 ഡിഗ്രിയിൽ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഗോ ഫോർ ദി കേസ് 4. Then when P is equal to Q, P യും Q യും എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? ദീസ് ആർ ദി ഗിവൺ ഫോഴ്സസ്. അപ്പൊ തന്നിരിക്കുന്ന ഫോഴ്സസ് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, P is equal to 10 ന്യൂട്ടൺ, Q is equal to 10 ന്യൂട്ടൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റിന്റെ ഫോർമുല എന്താണ്? അപ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ ജനറൽ ഫോർമുല യൂസ് ചെയ്യാം. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഡെഫിനറ്റ്ലി ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ദയർ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള ഫോർമുലാസ് ആണ്. റിസൾട്ട് ഹിയർ വി ഹാവ് ദ ജനറൽ ഫോർമുല. The magnitude of the resultant force R is equal to square root of P square plus Q square plus 2PQ cos alpha. That is our general formula. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? P is equal to Q. P എന്തിന് ഈക്വൽ ആണ്? ക്യൂന് ഈക്വൽ ആണ്. സപ്പോസ് ഇഫ് യു വാണ്ട്, യു ക്യാൻ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പി ക്യൂ, ഓർ യു ക്യാൻ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ പി. എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. ഇപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ക്യൂന് പകരം എന്ത് തന്നെ കൊടുത്തു? പി തന്നെ കൊടുത്തു. ചിലവർക്ക് ക്യൂ എന്ന് കൊടുക്കാനായിരിക്കും ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതണം? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ അല്ലേ? അപ്പൊ പിക്ക് വരെ എന്ത് തന്നെ എഴുതുന്നത്? ക്യൂ തന്നെ എഴുതുന്നത് ഇൻറ്റു Q into cos alpha. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹിയർ ഐ ഹാവ് റിട്ടൺ ഇൻസ്റ്റെഡ് ഓഫ് Q ഐ ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് വാല്യൂ? P ആണ് എഴുതിയിരിക്കുന്നത്. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ഓഫ് P സ്ക്വയർ പ്ലസ് P സ്ക്വയർ പ്ലസ് 2P into P cos alpha. So next you can simplify this equation, so that you will get the answer as square root of P square plus P square 2P square, again 2P into P, that is 2P square. E value എന്തായി? 2P into P, that is 2P square, then remaining cos alpha. And now you can consider these two terms, 2P square plus 2P square, 2P square into cos alpha. So from this equation it is very clear that here 2P square is, that term is common അല്ലേ? 2P square common ആണ്. So that you can take it outside, അതായത് inside the root തന്നെ. That is 2P square into remaining you have what? 1 plus cos alpha. ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? You can again simplify this 1 plus cos alpha. ആ 1 plus cos alpha നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യും. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 plus cos 2 alpha is equal to 2 cos square x ആണ്. അങ്ങനെയാണെങ്കിൽ 1 plus cos alpha ആണെങ്കിൽ എന്ത് എഴുതാം? x ന് പകരം ആൽഫ, അത്രയേ ഉള്ളൂ. 1 plus cos alpha is equal to 2 cos square alpha by 2 ആണ്. 1 plus cos alpha is equal to 2 cos square alpha by 2. So that equation you can substitute here. നമ്മുടെ ഇക്വേഷനിൽ എന്താ തന്നിരിക്കുന്നത് നോക്കി കുട്ടികളെ? That is here 1 plus cos alpha is equal to എന്തിന് ഈക്വൽ ആണ്? 2 cos square alpha by 2 ന് ഈക്വൽ ആണ്. So here you can substitute this term, that is again you can write R is equal to 2P square into, instead of 1 plus cos alpha you can substitute which term? That is 2 cos square alpha by 2. Okay, next ഇനി നോക്കിയ കുട്ടികളെ, ഇനിയിപ്പോ ഏതൊക്കെ കോമൺ ആയി? 2 into 2 square, അതായത് 4 എന്നുള്ള ടേം, then P square, again എന്തുണ്ട്? cos square alpha by 2. This is therefore R is equal to, ഇത് സ്ക്വയർ റൂട്ടിനുള്ളിലല്ലേ, അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? 2 സ്ക്വയർ, അതിന്
സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താ 2 ആണ്. അപ്പൊ 2 പുറത്തേക്ക്. പി സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്താ പി ആണ്. കോസ് സ്ക്വയർ ആൽഫ ബൈ 2 ന്റെ സ്ക്വയർ റൂട്ട് എന്താ കോസ് ആൽഫ ബൈ 2. Therefore resultant is equal to 2p cos alpha by 2. Suppose in your problem they have given that the two forces are equal. രണ്ട് ഫോഴ്സസും ഈക്വൽ ആണെന്ന് തന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി യു ക്യാൻ റൈറ്റ് ദ ഫോർമുല റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 2p cos alpha by 2. 2 into p എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫോഴ്സ്, കാരണം പിയും ക്യൂവും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് 2p cos alpha by 2 എന്ന് എഴുതാം. ഓർ ക്യൂവിന്റെ ടേംസിലാണ് എഴുതുന്നെങ്കിൽ എന്ത് വരും 2q cos alpha by 2. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ എഴുതാം. സപ്പോസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഇങ്ങനെ തരികയാണ്. സപ്പോസ് അവർ തന്നിരിക്കുകയാണ് p is equal to q is equal to 10 ന്യൂട്ടൺ അവർ തന്നിട്ടുണ്ട്. ആൽഫ is equal to 60 ഡിഗ്രി രണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി എന്താ എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് റിസൾട്ടന്റിന്റെ വാല്യൂ എന്താണ്. നമുക്ക് ഡയറക്ട്ലി എന്താ എഴുതാം ഫോർമുല r is equal to 2p cos alpha by 2. 2p cos alpha by 2 that is 2 into p ക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos alpha by 2 alpha is equal to 60 ഡിഗ്രി. സോ 60 എന്തായിരുന്നു ഇറ്റ്സ് 30 ഡിഗ്രി. സിംപ്ലിഫൈ ചെയ്ത് 20 into cos 30 ഡിഗ്രി എത്രയാ √3/2. അത് വെച്ച് വേഗം ചെയ്തുകൂടെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ജനറൽ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇത് നമുക്ക് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് കേട്ടോ. നെക്സ്റ്റ് ഡിറക്ഷൻ തീറ്റ. എന്താ ഡിറക്ഷൻ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ആംഗിൾ by the resultant force with respect to the horizontal. അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ഈ പിയും ക്യൂവിനെ കമ്പൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സിംഗിൾ ഫോഴ്സ് ആണ് എന്ത് പറയുന്നത് ക്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, let p and q are the given forces. It is possible to combine these two forces into a single one. That single force is known as resultant. Let theta is the angle made by the resultant force with respect to the horizontal. ഞാൻ പറയാണ് ഈ റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിറക്ഷന്റെ ഫോർമുല എന്താ. നമുക്ക് ജനറൽ ഫോർമുല ഉണ്ടല്ലോ. എന്തായിരുന്നു അത് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് q sin alpha divided by p plus q cos alpha. That is our general formula. So hope you remember this formula. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു p is equal to q ആണ്. p എന്തിന് ഈക്വൽ ആണ് ക്യൂവിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് തീറ്റ is equal to tan ഇൻവേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ ഞാൻ എന്ത് കൊടുത്തു p തന്നെ കൊടുത്തു. കാരണം എന്താ q is equal to p ആണ്. p sin alpha divided by p plus q cos alpha ക്ക് വരെ എന്ത് കൊടുക്കാം p cos alpha സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഹിയർ ഇൻ denominator you can consider denominator term. Here the term p is common. term p എന്താ കോമൺ ആണല്ലേ. അപ്പൊ ആ p ഔട്ട്സൈഡ് എടുത്തൂടെ. അപ്പൊ ഞാൻ p ഔട്ട്സൈഡ് എടുത്തു. p ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായി പോയി ക്യാൻസൽ ആയി പോയി. റിമൈനിങ് യു ഹാവ് എന്തായിരുന്നു ദാറ്റ് ഈസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ആൽഫ എന്നുള്ളൊരു ടേം മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി നമുക്കത് ജസ്റ്റ് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടു അല്ലേ 1 പ്ലസ് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുട്ടികളെ ദാറ്റ് ഈസ് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 ആയിരുന്നു. 1 പ്ലസ് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2. അത് നമുക്ക് ഇവിടെ കൊടുക്കാലോ. ഞാനിവിടെ എന്ത് ചെയ്തു ഡിനോമിനേറ്ററിൽ 1 പ്ലസ് കോസ് ആൽഫയ്ക്ക് പകരം 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 കൊടുത്തു. ഇനി ന്യൂമറേറ്റർ നോക്കിയ സൈൻ ആൽഫയാണ്, അതിനും ഞാൻ മാറ്റാം. നമുക്കറിയാം സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ സോ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പഠിച്ചിരിക്കുന്നത് സൈൻ 2x ഈസ് ഈക്വൽ ടു 2 സൈൻ x കോസ് x നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് എത്രയായിരിക്കും സൈൻ ആൽഫ അല്ലെങ്കിൽ സൈൻ എക്സ് എന്തായിരിക്കും ഈ 2 ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്യാല് എന്ത് വരും 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2. നമ്മുടെ ഇക്വേഷനിൽ ആൽഫയാണ് എക്സിന് പകരം. അപ്പൊ എന്ത് എഴുതാം സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 2 സൈൻ ആൽഫ ബൈ 2 2 sin alpha divided by 2 into cos alpha divided by 2. നമുക്ക് എന്ത് എഴുതാം sin alpha divided by 2 into cos alpha divided by 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇപ്പൊ ചേഞ്ച് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് therefore our equation becomes എന്താ ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ ആൽഫയ്ക്ക് പറഞ്ഞാൽ എന്ത് എഴുതിപ്പോ 2 sin alpha by 2 into cos alpha by 2.
ഡിനോമിനേറ്ററിൽ എന്തായിരുന്നു 1 plus cos alpha ആയിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ ഹാവ് റിട്ടേൺ what 2 into cos square alpha by 2. ഈ cos square alpha by 2 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ എങ്ങനെ എഴുതാം 2 cos alpha by 2 into cos alpha by 2 എന്ന് എഴുതാം അല്ലേ. സോ ഹിയർ ദിസ് ടേം വി ക്യാൻ സ്പ്ലിറ്റ് ഇൻടു 2. ഇത് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായി ഈ 2 ക്യാൻസൽ ആയി. ഇതിലത്തെ ഒരു cos alpha by 2 പോയി ഈ ഒരു cos alpha by 2 പോയി. റിമൈനിങ് നിങ്ങൾക്ക് എന്ത് കിട്ടി tan alpha by 2 divided by cos alpha by 2. That is, you know that sin x divided by cos x എന്ന് പറയുന്നത് tan x ആണല്ലേ. That is theta is equal to tan inverse into tan alpha by 2. Therefore you can write theta is equal to എന്തിന് ഈക്വൽ ആണ് നമുക്ക് എന്ത് എഴുതാം theta is equal to alpha by 2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇത് വന്ന് tan inverse അതായത് 1 by tan into tan alpha by 2 ആണല്ലേ. സോ അതിന്റെ മീനിങ് എന്താ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 2 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് പി ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ളൊരു കണ്ടീഷൻ തന്നിരിക്കുകയാണ്. പിക്കും ക്യൂവിനും ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും അപ്പോൾ 30 ആയിരിക്കും. 60/2 ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ എപ്പോൾ എഴുതായാലും ഈ കണ്ടീഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതിയിട്ട് വേണം എഴുതാനായിട്ട്. അതായത് P is equal to Q, resultant R is equal to 2P cos alpha by 2. The direction made by the resultant force with respect to the horizontal theta is equal to എന്ത് എഴുതണം alpha by 2. That is എന്ത് എഴുതാം 60/2 is equal to 30 degree. ഇനി ഒരിക്കലും എന്ത് എഴുതാൻ പാടില്ല, അതായത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ tan ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് റോങ്. ഫംഗ്ഷൻ ഒരിക്കലും എന്തായിട്ട് പോവില്ല ക്യാൻസൽ ആയിട്ട് പോവില്ല. ഫംഗ്ഷൻസ് തന്നെ ക്യാൻസൽ ആയിട്ട് പോവില്ല. ബട്ട് അതിന്റെ മീനിങ് എന്താ ദാറ്റ് ഈസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 2 ഈക്വൽ ആണെന്നാണ്. ഒരിക്കലും ഇത് ക്യാൻസൽ ആയി പോയി എഴുതരുത്, അത് റോങ് ആണ് കേട്ടോ. ഫംഗ്ഷൻസ് ഒരിക്കലും അങ്ങനെ ക്യാൻസൽ ആയിട്ട് പോവില്ല. ഇത്രയാണ് നമ്മുടെ 4 കേസസ്. എന്തൊക്കെയായിരുന്നു നമ്മുടെ 4 കേസസ് എന്ന് ഓർക്കുന്നുണ്ടോ കുട്ടികളെ? എന്തൊക്കെയായിരുന്നു? ഒന്ന്, പിക്കും ക്യൂവിനും ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ആംഗിൾ 0 ഡിഗ്രി ആവും. ദെൻ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ആർ എന്തായിരുന്നു? ദെൻ 90 ഡിഗ്രി. 0 ഡിഗ്രി ആയിരുന്നു, പിന്നെ 90 ഡിഗ്രി ആയി, പിന്നെ എന്തായിരുന്നു? ദെൻ 180 ഡിഗ്രി ആയി. നെക്സ്റ്റ് ഫോർത്ത് കണ്ടീഷൻ എന്തായിരുന്നു? വെൻ പി ഇസ് ഈക്വൽ ടു ക്യൂ. രണ്ട് ഫോഴ്സസും എന്തായിരിക്കുക? സെയിം ആയിരിക്കാം. സോ ഈ 4 കേസസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. Take down the first question. So what about the question? Is it clear? Two forces of magnitude 10 Newton and 8 Newton are acting at a point O. If the angle between the two forces is 60 degree, determine the magnitude and direction of the resultant force. So once again repeat, two forces of magnitude 10 Newton and 8 Newton are acting at point O. If the angle between the two forces is 60 degree, determine the magnitude and direction of the resultant force. Question എഴുതി കഴിഞ്ഞാൽ പറയണം കേട്ടോ. മെക്കാനിക്സിൽ തിയറിക്കും പ്രോബ്ലംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. പ്രോബ്ലം ചോദിക്കും, അറ്റ് ദ സെയിം ടൈം എന്ത് ചോദിക്കും? തിയറിയും ചോദിക്കാറുണ്ട് കേട്ടോ. തിയറി, ഡെറിവേഷൻസ്. മാം ക്വസ്റ്റ്യന്റെ ഒരു ഭാഗം കാണുന്നില്ലല്ലോ. 1 മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്യട്ടെ, അതുകൊണ്ടാണ്. ഇപ്പൊ ക്ലിയർ ആണോ?
ഗുഡ്. ആരോ ചെയ്തു കഴിഞ്ഞല്ലോ, നല്ല കാര്യം. കറക്റ്റ് ആണ് കുട്ടി ആൻസർ. ഇനി എഴുതുന്ന വിധം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ പ്രോബ്ലം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം. സന്തോഷം ഉണ്ടെങ്കിൽ ചെയ്തേരും. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ തന്നെ വേണം എല്ലാ പ്രോബ്ലം ചെയ്യാനായിട്ട്. എന്താ തന്നിരിക്കുന്നത്? 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുട്ടികളെ നമ്പർ, സർട്ടൻ നമ്പർ വിത്ത് സ്പെസിഫൈഡ് യൂണിറ്റ്. ഒരു നമ്പറിന്റെ കൂടെ ഒരു യൂണിറ്റ് കൂടെ തന്നു കഴിഞ്ഞാൽ അത് ഫോഴ്സിന്റെ എന്തായി മാറി? മാഗ്നിറ്റ്യൂഡായി. 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്, 10 ന്യൂട്ടൺ ആൻഡ് 8 ന്യൂട്ടൺ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഫോഴ്സ് ആണെന്ത് പി, സെക്കൻഡ് ഫോഴ്സ് ആണെന്ത് ക്യൂ. ഇനി എവിടെ ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് പോയിന്റ് ഓ. അപ്പൊ നമുക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫോഴ്സ്? രണ്ടാമത് എന്തായിരുന്നു? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ. ഏത് പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്? ഓ എന്നുള്ള പോയിന്റിലാണ്. അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ഫോഴ്സസ് ഈ 60 ഡിഗ്രി. അപ്പൊ ഇതിനിടയിലുള്ള 2 ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാ? 60 ഡിഗ്രിയാണ് പിക്കും ക്യൂവിനും ഇടയിലുള്ള ആംഗിൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സിന്റെ ഡിറക്ഷൻ കിട്ടി. ഡിറ്റർമൈൻ ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 2 ടൈം വായിച്ചു നോക്കണം. കാരണം എപ്പോഴും അതൊരു ചെറിയൊരു ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇതിൽ പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇത് ഡയറക്റ്റ് ആയിരുന്നു. പക്ഷെ സാധാരണ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് മേ ബി യൂണിറ്റിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ട്വിസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ഓൾ ദി ഗിവൺ ഡാറ്റ. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഗിവൺ ഡാറ്റയാണ്. അത് ഏതൊരു പ്രോബ്ലം ആയാലും നിങ്ങൾ അത് ഫോളോ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പിയുടെ വാല്യൂ. അപ്പൊ നിങ്ങൾ എഴുതണം ഗിവൺ ഫോഴ്സ് എന്ന് പറഞ്ഞ് എഴുതണം. കാരണം കറക്റ്റ് ചെയ്യുന്നവർക്ക് അറിയില്ല പി എന്ന് നിങ്ങൾ ഡിനോട്ട് എന്താണ്. അപ്പൊ ഗിവൺ ഫോഴ്സ് പി ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ, ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ. ദെൻ ആൽഫ എന്ന് പറയുന്നത് എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. നമ്മൾ എന്ത് എഴുതണം? ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി നമ്മൾ എഴുതണം ടു ഫൈൻഡ്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഓർ ടു ഡിറ്റർമൈൻ വാട്ട്. എന്താ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ് ആർ എന്ന് എഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. നെക്സ്റ്റ് ഡിറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ് എന്നിട്ട് തീറ്റ എന്ന് എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയും നിങ്ങൾ കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഇനി അടുത്തത് നോക്കണ്ടേ, ഇതിനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോർമുല അവൈലബിൾ ആണോ അല്ലേ എന്ന് നോക്കണം. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ, നിങ്ങൾ എന്ത് നോക്കണം? then how we can calculate that term by using the given data. തന്നിരിക്കുന്ന ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പിന്നെ നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആ കാര്യമില്ല. ബിക്കോസ് all the data are direct ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. So that you can use the general formula. First one എന്താ? magnitude of the resultant force തന്നെ എഴുതിക്കോളൂ കേട്ടോ. magnitude of the resultant force R is equal to square root of P square plus Q square plus 2PQ cos alpha. എന്നിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. square root of 10 square plus 8 square plus 2 into P ന്റെ വാല്യൂ എന്താ? 10 into Q ന്റെ വാല്യൂ 8 into cos 60 degree. That is equal to cos 60 എന്താ? 1/2 ആണ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ you will get the answer as 15.62 ന്യൂട്ടൺ. കിട്ടിയായിരുന്നു എല്ലാവർക്കും ആൻസർ? ഹലോ, okay, good. Next, അടുത്ത എന്തായിരുന്നു? ഡിറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ എന്ന് തന്നെ എഴുതണം. കാരണം ചിലര് വെർട്ടിക്കൽ ആയിട്ട് എഴുതാറുണ്ട്, ചിലർ ഹൊറിസോണ്ടൽ ആയിട്ട് ഇക്വേഷൻസ് ചില ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് എഴുതുക? ഡിറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ എന്ന് തന്നെ എഴുതണം. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. ക്യൂവിന് പകരം എന്ത് കൊടുക്കുക? 8 എന്ന് കൊടുക്കുക. ആൽഫയ്ക്ക് പകരം എന്താ? 60 ഡിഗ്രി കൊടുക്കുക. Therefore you will get the answer as 26.32 degree. കിട്ടിയായിരുന്നു ആൻസർ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് റിസൾട്ടന്റ് ഡയഗ്രാം. റിസൾട്ടന്റ് ഡയഗ്രാം വരച്ചോളൂ കേട്ടോ. റിസൾട്ടന്റ് ഡയഗ്രാമിനെ വരച്ചാലാണ് മാർക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ്
നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിസൾട്ടൻ ഡയഗ്രം വരയ്ക്കണം. റിസൾട്ടൻ ഡയഗ്രം വരയ്ക്കാനായിട്ട് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും. എത്ര ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ്? 26.32 ഡിഗ്രി. അപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് ഒരു 26.32 ഡിഗ്രിയിൽ this angle is theta is equal to 26.32 degree. Here resultant R is equal to how much? It's 15 point. It's 15. Here you can write 15.62 Newton. This is x axis and this one is y axis. This one is y axis. Here you can mark O. O-ൽ ആക്ട് ചെയ്യുന്ന ഇതാണ് പ്രോബ്ലം. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. So shall I move to the next problem? It's finished. Okay, next question. Next question ഒന്ന് എഴുതിയെടുത്തേ വേഗം. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതാം, ഗിവൺ ഡാറ്റാസ് എഴുതാം. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു, ഞാൻ പറഞ്ഞു തരാം. 2 equal forces are, അപ്പൊ നോക്കി ക്വസ്റ്റ്യനിൽ തന്നിട്ട് 2 equal forces, അപ്പൊ P and Q are equal, are acting at a point, അപ്പൊ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട് with an angle of 60 degree between them. അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര? ആൽഫ is equal to 60 degree ആണ്. If the resultant force is equal to 20√3, അപ്പൊ ഇവിടെ എന്താ ഒരു തന്നിട്ടുണ്ട്? The resultant magnitude of the force is directly given. നമുക്ക് നേരത്തെ തന്നെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു തന്നിട്ടുണ്ട്. എത്രയാ? 20√3. So find the magnitude of each force, also the direction. എന്ത് കണ്ടുപിടിക്കണം? ഓരോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതായത് പിന്റെയും ക്യൂന്റെയും വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൾസോ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ നമുക്കറിയാവുന്നതാണല്ലേ, നമ്മൾ കണ്ടീഷൻ എഴുതിയിട്ടുണ്ടല്ലോ. when P is equal to Q, അറിയാത്തവരാണെങ്കിൽ എഴുതിക്കോളൂ. when P is equal to Q, R is equal to, ഇക്വേഷൻ എന്തായിരുന്നു? 2P cos alpha by 2. റിസൾട്ടന്റ് ഫോഴ്സിലേക്ക് നിങ്ങൾ റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ. ആംഗിൾ ഒന്നും മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഏകദേശം ഒരു 26.32 വരുന്ന രീതിയിൽ വരയ്ക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാലോ ഓൾമോസ്റ്റ് 45 ഡിഗ്രി എവിടെ വരുന്നു, അതൊരു 26 എവിടെയായിരിക്കും എന്ന് അറിയാലോ. അതുപോലെ നോക്കി വരച്ചാൽ മതി. ആൻസർ എടുത്ത് എത്ര? 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ആരോ ഒരാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. റിസൾട്ടന്റ് ഫോഴ്സ്, സെക്കൻഡ് പ്രോബ്ലം, റിസൾട്ടന്റ് ഫോഴ്സ് R is 20 ന്യൂട്ടൺ. കറക്റ്റ് ആൻസർ ആണ്. നോക്കി കുട്ടികളെ, P ഈക്വൽ ടു Q എന്നറിയാം. ആൽഫയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്, ആറിന്റെ വാല്യൂ 20√3 ആണ്. നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഫോമിൽ ഓർമ്മ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. √P² + Q² + 2PQ cos alpha. പിക്ക് പകരം എന്ത് കൊടുക്കുക? പിനും ക്യൂവും തന്നെ സെയിം വാല്യൂ കൊടുക്കുക. P² + 2P², 2P × P × cos 60 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടും? 3P² കിട്ടും. ദാറ്റ് ഈസ് 3P² എന്ന് പറഞ്ഞാൽ എന്താ? 20√3 × P² പുറത്തേക്ക് എടുക്കാലോ, P വരും, √3P കിട്ടും. ആ പിയും പിയും ഒക്കെ അപ്പൊ √3 ക്യാൻസൽ ആയില്ലേ? പിയുടെ വാല്യൂ എന്താ? 20 ന്യൂട്ടൺ. അപ്പോ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മാക്സിമം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെ ചെയ്താലും ആൻസർ ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് 20√3
3 is equal to √3 into p square ഉള്ളിലല്ലേ, p square പുറത്തേക്ക് വരുമ്പോൾ എന്തായി p ആയി. ഇപ്പൊ എന്തായി, ഈ √3യും ഈ √3യും ക്യാൻസൽ ആയിപ്പോയി. റിമൈൻ p is equal to എന്താ 20 ആണ്. p equal to 20 ന്യൂട്ടൺ. p 20 ന്യൂട്ടൺ ആണെങ്കിൽ q എന്ത് തന്നെയാണ്, q is also 20 ന്യൂട്ടൺ. ഇനി ഡിറക്ഷൻ കണ്ടുപിടിച്ച കുട്ടികളെ തീറ്റയുടെ വാല്യൂ, ഫോർമുല എന്താ തീറ്റയുടെ വാല്യൂ, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. നമുക്കറിയാലേ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിരുന്നു ഫോർമുല, വെൻ പി ഇസ് ഈക്വൽ ടു ക്യൂ. അതും കൂടെ എഴുതാം കേട്ടോ. വെൻ പി ഈക്വൽ ടു ക്യൂ, തീറ്റ ഈക്വൽ ടു എന്താ α/2 ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 60/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അങ്ങനെ എഴുതാം. അല്ലാത്തവർക്ക് ജനറൽ ഫോർമുല യൂസ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അവിടെ എഴുതി അല്ലാത്തവർക്ക് ജനറൽ ഫോർമുല യൂസ് ചെയ്തോളൂ കേട്ടോ. 20 ഇൻറ്റു സൈൻ 60 ഡിഗ്രി പ്ലസ് പി പ്ലസ് ക്യൂ അല്ലേ, പി പ്ലസ് പിക്ക് പറയാൻ 20, ക്യൂന്ന് പറയാൻ 20, cos 60 ഡിഗ്രി. അത് സിംപ്ലിഫൈ ചെയ്താലും 30 ഡിഗ്രി കിട്ടും. എങ്ങനെയായാലും കുഴപ്പമില്ല. രണ്ട് ആൻസറും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു ആൻസർ ഇവിടെ ഈ ഇങ്കിലാണ് എഴുതിയിരിക്കുന്നത്, മറ്റേത് ഈ പേപ്പറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയോ കുട്ടികളെ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ. ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് ഡയഗ്രം വരയ്ക്കണമെന്നില്ല, വേണമെങ്കിൽ വരയ്ക്കാട്ടോ, എന്നാലും കുഴപ്പമില്ല. രണ്ടിന്റെ ആംഗിളുടെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ 60 ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ടല്ലോ. X-axis, this is y-axis. Then here resultant R is equal to 20√3. This is 20√3. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഞാൻ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ, ഒന്നുകിൽ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യോ ചോദിക്കാം, ഓർ ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ചോദിക്കാം. എങ്ങനെയായാലും ഡൗട്ട് ഉള്ളവര് പിന്നെ ചോദിക്കാം, അല്ലെങ്കിൽ എക്സാം ആവുമ്പോൾ ഞാൻ പഠിക്കാം, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാം എന്നൊന്നും വെച്ചിരിക്കേണ്ട കേട്ടോ. അപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. മാത്സ്, അതായത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മാത്സ് ഇഷ്ടമുള്ളതുണ്ടായിരിക്കും, അത് ഫിസിക്സ് ഒക്കെ. അപ്പൊ അതിന്റെ തന്നെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇതിൽ. എല്ലാം സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ജസ്റ്റ് മാത്രം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മാത്രം മതി. അതാ ഞാൻ പറഞ്ഞത്, മെക്കാനിക്സിൽ ഫുൾ മാർക്ക് മേടിക്കാൻ ഈസിയാണ്, അതേസമയം മാർക്ക് പോകാനും എളുപ്പം തന്നെയാണ്. ഒരു പ്ലസ് മൈനസ് മാറിപ്പോയാൽ നമ്മുടെ എൻറ്റയർ ആൻസർ വിൽ ബി റോങ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. ഒന്ന് ആ ശ്രദ്ധ കൊണ്ട് പോകുന്നത് മിക്കവാറും. അതുപോലെ കാൽക്കുലേറ്ററിൽ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം.